ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊക്കെ അറിയാം, നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അന്നേ ദിവസം സ്കൂളുകളിലൊക്കെ പ്രസംഗ മത്സരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം മലയാളത്തിലുള്ളൊരു പ്രസംഗത്തിൻ്റെ മോഡൽ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശിശുദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിലെ മത്സരത്തിലൊക്കെ ഇത് ഉപയോഗിച്ച് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്പീച്ചിലേക്ക് വരാം. അപ്പോൾ നമുക്കറിയാം, ഒരു സ്പീച്ച് തുടങ്ങുന്നതിന് മുന്നേ അവിടെയുള്ളവരേക്ക് നമ്മളൊരു വിഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോണറബിൾ ചീഫ് ഗസ്റ്റ്, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വാം ഗുഡ് മോർണിംഗ് ടു യു ആൾ. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അതാണ് പറയേണ്ടത്. ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ചിൽഡ്രൻസ് ഡേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചിൽഡ്രൻസ് ഡേയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഞാൻ വിഷ് ചെയ്യുന്നു. ഇനി അടുത്ത പാരഗ്രാഫിൽ നവംബർ 14 പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടുഡേ ഈസ് 14th November. ഇന്ന് 14th November ആണ്. ഇൻ ഇന്ത്യ വി സെലിബ്രേറ്റ് ചിൽഡ്രൻസ് ഡേ ഓൺ November 14 ആസ് എ ട്രിബ്യൂട്ട് ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടുള്ള ആദരവ് സൂചകമായിട്ടാണ് നവംബർ 14 ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെഹ്റു ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നെഹ്റു ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. was born on November 14, 1889. അദ്ദേഹം ജനിച്ചത് നവംബർ 14, 1889. Thus, we commemorate his birth anniversary as Children's Day in India. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ അന്നേ ദിവസം ആചരിക്കുന്നത്. നെഹ്റു വാസ് എ പ്രൊമിനന്റ് ലീഡർ ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. നമുക്കറിയാം, നെഹ്റു ആരായിരുന്നു? ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു അല്ലേ? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അറിയപ്പെടുന്ന ഒരു ലീഡർ ആയിരുന്നു. ഹി ഷെയർഡ് എ ലവ്ലി ബോണ്ട് വിത്ത് ചിൽഡ്രൻ ആൻഡ് വാസ് വെരി അഫെക്ഷനേറ്റ് ടുവേർഡ്സ് ദം. അദ്ദേഹത്തിന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ചിൽഡ്രൻ ഓൾസോ ലവ്ഡ്. കുട്ടികൾക്കാണെങ്കിൽ അദ്ദേഹത്തെയും ഇഷ്ടമായിരുന്നു. ആൻഡ് ഫോണ്ട്ലി കോൾഡ് ഹിം ചാച്ചാജി. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. He believed that children are the future of our nation. നെഹ്റു വിശ്വസിച്ചിരുന്നത് കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്നായിരുന്നു. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി തലമുറ അല്ലേ? ആൻഡ് hence they should be raised with love, care and affection. അതുകൊണ്ട് തന്നെ കുട്ടികളോട് നമ്മൾ വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും കരുതലോടെയും പെരുമാറണം. This day also reminds everyone that children should be provided with better childhood and protected from all harms. ഈ ദിവസം നമ്മളെ മറ്റൊന്നു കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു കുട്ടിക്കാലം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്നും അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബിഫോർ ഐ കൺക്ലൂഡ്, ഐ വുഡ് ലൈക്ക് ടു സേ വൺ ഫേമസ് കോട്ട് ബൈ നെഹ്റു. എൻ്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ നെഹ്റുവിൻ്റെ ഒരു ഫേമസ് കോട്ട് ഞാൻ പറയാം. The children of today will make the India of tomorrow. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്. The way we bring them up will determine the future of the country. അവരെ നമ്മൾ എങ്ങനെ വളർത്തി വലുതാക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെയും ഫ്യൂച്ചർ, നമ്മുടെ രാജ്യത്തിൻ്റെയും ഭാവി. Once again, I wish you all a very happy Children's Day. Thank you. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ചിൽഡ്രൻസ് ഡേ പറഞ്ഞുകൊണ്ട് നമ്മളുടെ സ്പീച്ച് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.